അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യയെ ആക്രമിക്കാൻ കൽപ്പിച്ചോ? രണ്ട് ഹദീസുകൾ ഗസ്വ ഈ ഹിന്ദുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നുണ്ട് ഹദീസ് കിതാബുകളിൽ. അപ്പോൾ അത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹദീസുകളുടെ ഒരു അവസ്ഥ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഹദീസുകളാണ് ഉള്ളത്. അത് ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യയിലേക്ക് ഒരു ജയ്ഷ് പോകും അല്ലെങ്കിൽ ഒരു സൈന്യം പുറപ്പെടുകയും ആ ഇന്ത്യ കീഴടക്കും എന്ന് പറയുന്ന രണ്ട് ഹദീസാണുള്ളത്. അപ്പോൾ ഈ രണ്ട് ഹദീസുകളും സുനൻ നസായിലാണുള്ളത്. സുനൻ നസായി ഒതന്റിസിറ്റിയിൽ മൂന്നാമതായി നിൽക്കുന്ന ഇമാം ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിന്റെയും ശേഷം ഒതന്റിസിറ്റിയിൽ മൂന്നാം സ്ഥാനമുള്ള ഒരു ഹദീസ് ഗ്രന്ഥമാണ് സുനൻ നസായി. ഇമാം നസായി ഇമാം ബുഖാരിയുടെ ഒരു സ്റ്റുഡന്റ് കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മൂന്ന് ഹദീസുകൾ ഉണ്ട്. അത് രണ്ടാക്കി കണക്കൂട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് ഹദീസുകൾ അത് വ്യത്യസ്ത റിപ്പോർട്ടിലൂടെ വ്യത്യസ്ത ചെയിനിലൂടെ റിപ്പോർട്ട് ചെയ്ത് ഒരേ സഹാബിയിലേക്കാണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു ഹദീസായി പരിഗണിക്കപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഹദീസുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചർച്ച പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഹദീസ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിന്ദിലേക്ക് ഒരു സൈന്യം പുറപ്പെടുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. അപ്പൊ ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അബൂ ഹുറൈറ പറയാണ്, ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സമ്പത്തും എൻ്റെ ശരീരവും അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കും. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ശുഹദാക്കളിൽ ഏറ്റവും അഫ്ദലായിക്കൊണ്ട് ഞാൻ മരണപ്പെടും. അതേസമയം ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഞാൻ അബൂ ഹുറൈറ അൽ മുഹറർ, അബൂ ഹുറൈറ നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്തിയ അബൂ ഹുറൈറയായി മാറുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു ഹദീസും ഇതേ ചെയിനാണ്. അപ്പൊ ഈ രണ്ട് ചെയിനുകളിൽ നിന്ന് വന്ന ഈ ഒരു ഹദീസാണ് ഒന്നാമതായി നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹദീസിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹദീസുകളിൽ ഒരു റാവിയുണ്ട്, ജബർ ബിൻ അബീദ എന്ന വ്യക്തി. അപ്പൊ ഈ ജബർ ബിൻ അബീദ എന്ന വ്യക്തിയെ പറ്റി ഈ ഹദീസ് അല്ലാതെ മറ്റൊരു ഹദീസും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പറ്റി മറ്റുള്ള ഒരു കാര്യവും അറിയില്ല. അദ്ദേഹത്തിന്റെ മെമ്മറി എത്രയാണെന്നോ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ പറ്റി ഒന്നും ഒരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഉസൂലുൽ ഹദീസിൽ ഇദ്ദേഹത്തെ മജ്ഹൂൽ അൽ ഹാൽ എന്ന് പറയും. അപ്പൊ ആ കാരണം കൊണ്ട് ഈ ഒരു ഹദീസിൽ ദുഅഫുണ്ട്, ഈ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലൊക്കെ ഈ ഹദീസിന്റെ ഇസ്നാദിൽ ദുർബലതയുണ്ട് എന്ന് അവകാശപ്പെട്ട വ്യക്തിയാണ്. അപ്പോ ഈ ഹദീസിന്റെ ഇസ്നാദിൽ ദുർബലത ഉണ്ട് എന്നതുകൊണ്ട് ഈ ഹദീസ് മുഴുവനായും ദഈഫാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു ഹദീസ് എന്നുള്ളത് മുസ്നദ് ഇമാം അഹ്മദിലാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇസ്നാദാണ്. അപ്പൊ ആ ഇസ്നാദിൽ യഹ്യ, ബറ, ഹസൻ അൽ ബസരി റഹിമഹുല്ല അബൂ ഹുറൈറയിലേക്ക് എത്തുന്ന ഒരു ഹദീസാണ്. അപ്പൊ ആ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഖലീലി അഥവാ പ്രവാചകൻ പറയുകയാണ്, എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു സൈന്യം പോവും സിന്ധ് അഥവാ ഹിന്ദ് ഭാഗത്തേക്ക്. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, സെയിം വാചകങ്ങൾ തന്നെ, ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ അത് നല്ലതാണ്, ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇസ്നാദാണ്. പക്ഷെ ഈ ഇസ്നാദിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസൻ അൽ ബസരി റഹിമഹുല്ല മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്. ഹസൻ അൽ ബസരി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു താബഈ പണ്ഡിതനാണ്. അപ്പൊ ഹസൻ അൽ ബസരി റഹിമഹുല്ല തെദ്ലീസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തെദ്ലീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹസൻ അൽ ബസരിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന് അതൊരു ക്രൈം അല്ല. പക്ഷെ പിന്നീട് ഹദീസ് ക്രോഡീകരണം ചെയ്യുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് തെദ്ലീസ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതായത് ഹസൻ അൽ ബസരി അബൂ ഹുറൈറ കണ്ടിട്ടില്ല. അപ്പൊ ഹസൻ അൽ ബസരി ഇത് വേറെ ആരടുത്തുമാണ് കേട്ടത്. ആ കേട്ട വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് കേൾക്കുന്നത്. അപ്പൊ ആരടുത്ത് നിന്നാണ് ഇത് കേട്ടത് എന്ന് ഹസൻ അൽ ബസരി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞത് അല്ലെങ്കിൽ ആരടുത്താണ് കേട്ടത് എന്ന് പറയാതെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് തെദ്ലീസ് ചെയ്യുക എന്ന് പറയാം. അപ്പൊ ഹസൻ അൽ ബസരി റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പക്ഷെ പിന്നീട് വന്ന പണ്ഡിതന്മാർക്ക് അതൊരു പ്രശ്നമാണ്. അപ്പൊ രണ്ട് ദഈഫായ ഇസ്നാദുകളാണ് ഈ രണ്ട് ഹദീസുമായി ബന്ധപ്പെട്ടിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ രണ്ട് ദഈഫായ ഇസ്നാദുകൾ അല്ലെങ്കിൽ രണ്ട് ദഈഫായ ഹദീസുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിന്റെ മഅന സഹീഹാവും ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. പക്ഷെ അത് ജനറൽ റൂൾ അല്ല. അത് എന്ത് ചെയ്യണം? പണ്ഡിതന്മാരാണ് അത് പറയേണ്ടത്. അപ്പോ ഹസൻ അൽ ബസരി റഹിമഹുല്ല ഒരാളടുത്ത് നിന്ന് കേട്ടു, ആ ആള് അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടു, അത് ആരാന്ന് നമുക്കറിയില്ല. മറ്റൊരു ചെയിനിൽ ഒരു വ്യക്തി ജബർ ബിൻ അബീദ മജ്ഹൂലാണ്. അപ്പൊ ഈ രണ്ടും കൂടി ചേർന്ന് അത് ഹസൻ ലി ഗൈരിഹി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു.
ഇനി ഇമാം അഹ്മദ് അടുത്ത് മൂന്നാമതായിട്ടുള്ള ഒരു ചെയിനിൽ മൂന്നാമതായിട്ടൊരു ഹദീസും ഉണ്ട്. ആ ഹദീസിൽ എന്താണ്? കിതാബുൽ ജിഹാദ് എന്ന കിതാബിൽ ഇബ്ൻ അബി ആസിം, ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇബ്ൻ അബി ആസിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ടോട്ടലി ഡിഫറെന്റ് ചെയിൻ ആണ്. അതും ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗസ്വ ഹിന്ദ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഹദീസും സ്ലൈറ്റ് ആയിട്ടൊരു വീക്ക്നെസ് ഉണ്ട്. പക്ഷെ ഈ 3 ഹദീസുകൾ കൂടി ചേരുമ്പോൾ ഹസൻ ലി ഗൈരിഹി ആവും ഈ ഹദീസ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഇനി വേറൊരു ഹദീസ് ഇമാം നസായി റഹിമഹുല്ലയുടെ തന്നെ കിതാബിൽ കാണാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, അഥവാ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ച ഒരു അടിമയായിരുന്നു, മൗലയായിരുന്നു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഈ മോചിപ്പിച്ച അടിമകൾക്ക് വേണമെങ്കിൽ സ്വതന്ത്രരായി പോകാമായിരുന്നു. പക്ഷെ അവർ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിദ്മ ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യന്മാരായി റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ചിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലയായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം 90ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, എന്റെ ഉമ്മത്തിൽ നിന്ന് 2 വിഭാഗം ആളുകൾ ഉണ്ടാവും. രണ്ടും അവർ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ആളുകളാണ്. ഒന്ന് ഈസാ അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള ആളുകളും മറ്റൊന്ന് ഹിന്ദിലേക്ക് സൈന്യവുമായി പോകുന്ന ആളുകളും. അപ്പോ ഈ ഹദീസും കൂടി ചേർക്കുമ്പോൾ ഈ ഹദീസ് സഹീഹാണ് എന്ന്, അല്ലെങ്കിൽ ഇതിന്റെ മാന സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോ ഹജ്ജാജ് എപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ സമയത്ത് കുറച്ച് മുസ്ലിമീങ്ങൾ അവരുടെ സ്ത്രീകളെ രാജാ ദാഹർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ രാജാവ്, അന്ന് അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ സഹാബത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ രാജാ ദാഹർ എന്ന് പറയുന്ന ഇന്ത്യൻ രാജാവ് ശ്രീലങ്കയിൽ നിന്ന് അറബ് നാട്ടിലേക്ക് പുറപ്പെട്ട കുറച്ച് അറബ് സ്ത്രീകളെ, അഥവാ അറബ് മെർച്ചൻസ്, അറബ് കച്ചവടക്കാർ ശ്രീലങ്കയിൽ വിവാഹം കഴിച്ച് അതിലുണ്ടായ കുറച്ച് പെൺകുട്ടികളായിരുന്നു. അവരെ അറബ് നാടുകളിലേക്ക് തിരിച്ചയക്കുന്ന ആ കപ്പലിനെ ഈ രാജാ ദാഹർ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു വിവരം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അടുത്തേക്ക് എത്തുകയും ഹജ്ജാജ് ബിൻ യൂസുഫ് രാജാ ദാഹറിനോട് ഇവരെ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ രാജാ ദാഹർ അത് നിരസിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ ഖാസിം എന്ന ഒരു വ്യക്തിയെ, അന്നത്തെ ഒരു പടയാളിയെ അയച്ച് ആദ്യമായിട്ട് ഇന്ത്യൻ നാട്ടിലേക്ക് ഒരു സൈന്യത്തെ അയക്കുന്നത് ഈ കാലഘട്ടത്തിലേക്കാണ്. അങ്ങനെ അത് വിജയിക്കുകയും പിന്നീട് നമ്മൾ പറഞ്ഞു മൻസൂറ എന്ന് പറയുന്ന സിറ്റി കീഴടക്കി. അങ്ങനെ ഇസ്ലാം അന്നു മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഹബ്ബാരിദികൾ വന്നു, പിന്നെ മഹമ്മൂദ് അൽ ഗസ്നവി വന്നു. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. പിന്നെ ഗൂരികൾ വന്നു, പിന്നെയാണ് ഡൽഹി സൽത്തനത്ത് വരുന്നതും മുഗൾസ് വരുന്നതും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിമീങ്ങൾ സൈന്യവുമായി ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യ കീഴടക്കി ഇന്ത്യ ഭരിച്ചിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു മുഗൾസ് വരെ എന്നുള്ളത് ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 2-3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഹദീസിനെ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ നെഞ്ഞത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് പാകിസ്ഥാനികളാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ രാഷ്ട്രത്തിൽ തന്നെ അത് ഇസ്ലാമിനെ സഹായിക്കാൻ എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട്. അപ്പൊ പാകിസ്ഥാനികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ന് ഈ ഹദീസിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ നമ്മൾ ആക്രമിക്കണം, റസൂലുള്ള ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നാഷണലിസ്റ്റിക് റീസൺസിന് വേണ്ടിയിട്ട്, അഥവാ ദേശസ്നേഹം വളർത്താൻ വേണ്ടി. ഇപ്പോൾ ഇസ്ലാം ഉപയോഗിച്ചിട്ട് ദേശസ്നേഹം വളർത്താനും കപട ദേശസ്നേഹം രൂപീകരിക്കാനൊക്കെ ഉപയോഗിച്ചിട്ട് അതൊരു ദുരന്തമായി മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ. അവര് മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞു പോയ അന്ന് മുതൽ, ആ പറച്ചില് തുടങ്ങിയ അന്ന് മുതൽ മുസ്ലിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ഇന്നും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ പാകിസ്ഥാൻ ആണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അത് ഒരു വലിയ ടോപ്പിക്കാണ്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ 1900 ഈ പാകിസ്ഥാൻ 2 മുസ്ലിം രാഷ്ട്രമായി വിഭജിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അറിയാം ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ പാകിസ്ഥാനായി കാണുന്നതാണ് വെസ്റ്റ് പാകിസ്ഥാൻ. ഈസ്റ്റ് പാകിസ്ഥാൻ, കിഴക്ക് ഭാഗത്തുള്ള പാകിസ്ഥാൻ ആയിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ബംഗ്ലാദേശ്. ഇത് രണ്ടും പാകിസ്ഥാൻ തന്നെയായിരുന്നു. അപ്പൊ അന്ന് 1946 ലാഹോർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാഗസിൻ, ചട്ടാൻ എന്ന് പറയുന്ന മാഗസിനിലേക്ക് അബുൽ കലാം ആസാദ്, ഇന്ത്യൻ പണ്ഡിതനായ അബുൽ കലാം ആസാദ് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവർ മുസ്ലിമീങ്ങളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഇവർക്ക് ഇസ്ലാമിനുമായിട്ട് ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല ഈ യുദ്ധങ്ങളൊന്നും നടക്കുന്നത്. ഇത് പെറ്റി പൊളിറ്റിക്കൽ ഗെയിൻസ് ആണ്. ഇനി ഇവരുടെ കൾച്ചർ, അഥവാ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശിലുള്ള ആളുകൾ, അത് ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള മുസ്ലിമീങ്ങളുടെ സംസ്കാരവും ഇന്ന് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്ന ആ ബലൂചിസ്ഥാൻ സിന്ധ് പ്രോവിൻസിലുള്ള പാകിസ്ഥാനി മുസ്ലിമീങ്ങളും തമ്മിൽ കൾച്ചറലി ഒരു ബന്ധവുമില്ല. ഇവര് സ്വയം മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നതല്ലാതെ. അപ്പൊ അദ്ദേഹം അബുൽ കലാം ആസാദ് തുടർന്ന് പറയുകയാണ്,
ഒരു കാലഘട്ടത്തിലും വ്യത്യസ്ത കൾച്ചറുള്ള മുസ്ലിമീങ്ങൾ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുടെ കീഴിൽ നടന്നതായിട്ട് ജീവിച്ചതായിട്ട് നമുക്കെന്തില്ല, ചരിത്രത്തിൽ പരിചയമില്ല. അതുകൊണ്ട് ഇപ്പൊ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ ഇനി അത് നേടിയെടുത്താൽ പോലും, അഥവാ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ നേടിയെടുത്താൽ പോലും അവർ കുറച്ച് കഴിഞ്ഞ് ഇവർ തമ്മിൽ തെറ്റും, ഇത് രണ്ടും രണ്ട് രാഷ്ട്രമാവുമെന്ന് ആരാണ് പറയുന്നത്? അബുൽ കലാം ആസാദാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? പിന്നീട് ചരിത്രം നമുക്ക് പാഠമാണ്. വെസ്റ്റ് പാകിസ്ഥാനിലുള്ള മുസ്ലിമീങ്ങൾ ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശിൽ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അവർ തിരിച്ച് റിപ്പൽ ചെയ്യുകയും ചെയ്യുകയും ലക്ഷക്കണക്കിന് നിരപരാധികളായ ആളുകളെയാണ് ഈ വെസ്റ്റ് പാകിസ്ഥാനിലുള്ള മുസ്ലിമീങ്ങൾ കൊന്നടക്കിയത്. അപ്പൊ ഒരു ഈ മുസ്ലിമീങ്ങളെ തന്നെ കൊന്നൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തല്ല, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പാകിസ്ഥാൻ. അപ്പൊ അവർ എന്ത് ചെയ്താലും അതിന് ആ കണ്ണിലൂടെ കണ്ടാൽ മതി. അപ്പൊ ഈ ഹദീസ് അവർ ഉപയോഗിക്കുന്നതും അവരുടെ നേട്ടത്തിന് വേണ്ടി. രണ്ടാമതായി, ഇന്ത്യ ആക്രമിക്കാൻ അതാണ്ട മുസ്ലിമീങ്ങൾ ആക്രമോത്സുകരായുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്യും? ഇന്ത്യയെ ആക്രമിക്കും. അവർ എപ്പോഴും വാളിലൂടെ മാത്രം പ്രചരിപ്പിച്ച മതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ടാവല്ലോ. അപ്പൊ അവരോട് പറയാനുള്ളത്, ഒന്നാമത് ഞാനിപ്പോ ഈ വിശദീകരിച്ചു, ഈ ഹദീസുകളിലെല്ലാം ദുർബലതയുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ് ഞാനിവിടെ വിശദീകരിച്ച ഹദീസിന്റെ ഉസൂലിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിശദീകരിച്ചത്. ഇനി ഈ ഹദീസ് സഹീഹാണെന്ന് വാദത്തിന് വേണ്ടി സമർത്ഥിച്ചാലും, ഇനി ചില പണ്ഡിതന്മാർ അത് വാദിച്ചാൽ പോലും ആ സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ വാദത്തിന് വേണ്ടി അത് സഹീഹാണെന്ന് സമ്മതിച്ചാൽ പോലും ഇത് ഓൾറെഡി ഒരു തവണ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അന്നത്തെ വേൾഡ് ഓർഡർ അല്ല ഇന്നത്തെ വേൾഡ് ഓർഡർ. അന്നത്തെ വേൾഡ് ഓർഡറിൽ ആരെയും ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനുള്ള ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. ഇന്ന് ഓരോ മുസ്ലിം രാഷ്ട്രങ്ങളും കരാർ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് നേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പൊതു തത്വം. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഇന്ന് സർവ്വ മുസ്ലിം രാഷ്ട്രങ്ങളും യുഎൻ ചാർട്ടറിലെ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇത് അനുവദനീയാവില്ല. അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ലാതെ ഏഷാൻ പോകുന്നില്ല. മൂന്നാമതായിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് സംഘപരിവാറുകാർ. അവർ പറയും, കണ്ടില്ലേ, ഇതാണ് ഇവരുടെ സ്ഥിതി. ഇവർ പുറത്തു നിന്ന് വന്ന് നമ്മളെ ആക്രമിച്ചു, നമ്മളെ കീഴ്പ്പെടുത്തി, നമ്മളെ കോളനൈസ് ചെയ്തു. ഇപ്പോൾ ഇനി വീണ്ടും അവർ പെറ്റുപെരുകിക്കൊണ്ട് നാളെ അവർ ഇന്ത്യയെ വീണ്ടും കീഴടക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയ അന്തസ് നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒന്നാണ് മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനൈസ് ചെയ്ത പോലെ ഒരിക്കലും മുസ്ലിമീങ്ങൾ അന്ന് ഇന്ത്യയെ കോളനൈസ് ചെയ്തിട്ടില്ല. ഇന്ത്യയെ മുസ്ലിമീങ്ങൾ കീഴടക്കി ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ മാറുകയായിരുന്നു. മുസ്ലിമീങ്ങൾ ഇന്ത്യയെ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സമൃദ്ധി അന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഏറ്റവും അവസാനമായി ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഗൾ രാജാവാണ് ഔറംഗസീബ്. ആ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ലോകത്തിന്റെ 25% GDP ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോ ഈ ഒരു സമയത്ത് ഇപ്പോൾ ആദ്യത്തെ കപ്പൽ അഥവാ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കപ്പൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ നയിച്ചിരുന്ന വില്യം ഹോക്കിൻസ് തന്നെ പറയാണ്, അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത് ജഹാംഗീർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന്റെ രാജ്ഞിയായ എലിസബത്ത് രാജ്ഞി ഒരു കുഗ്രാമത്തിലെ വെറും നാടുവാഴിയാണ് ജഹാംഗീറിന്റെ മുമ്പിൽ എന്നുള്ളത്. അപ്പൊ ഇത്രയും പ്രൗഢിയോടുകൂടി സമൃദ്ധമായാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് ജീവിച്ചിരുന്നത് മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് കീഴിൽ. അന്ന് വരെ മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ആ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഒരു ഇന്ത്യൻ രാജാവ്, ഒരു ഹിന്ദു രാജാവ് മുസ്ലിം രാജാവുമായി ഒരു യുദ്ധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും, ഹിന്ദു രാജാവിന്റെ കൂടെ മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം രാജാവിന്റെ കൂടെ ഹിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഹിന്ദു മുസ്ലിം എന്നൊരു ടെൻഷൻ ഇന്ന് വരെ അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആരാണ് ആ ടെൻഷൻസ് ഉണ്ടാക്കിയത്? അത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. അതൊക്കെ ഒരു ബേസിക് മോഡേൺ ഹിസ്റ്ററി അറിയുന്ന ആർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ അതിനുശേഷം നടന്ന എല്ലാ യുദ്ധങ്ങളും എന്തായിരുന്നു? അതിനുശേഷം നടന്ന എല്ലാ കലാപങ്ങളും ബ്രിട്ടീഷുകാർ ഓർക്കസ്ട്രേറ്റ് ചെയ്താണ്. അതുവഴി അവർ ഇന്ത്യയെ ഭരിച്ച് മുടിപ്പിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ ഈ ഇന്ത്യയെ ഒരു തേർഡ് വേൾഡ് കൺട്രി ആക്കി മാറ്റിയിട്ടാണ് അവർ ഇവിടുന്ന് പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരിക്കലും അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമില്ല. അത് നമ്മളായിട്ട് പറഞ്ഞുണ്ടാക്കരുത്. അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.